ഇന്നലെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒന്നാണ് സുന്നി ഐക്യം. ഇന്നലെ വൈകുന്നേരം അതിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രമേയം സുന്നി ഐക്യത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണെങ്കിൽ പോലും അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പിളർപ്പിൻ്റെ ചരിത്രമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഓർമ്മിപ്പിക്കുന്നത്. ഐക്യത്തിന് ശ്രമം തുടരുമെന്ന് പ്രമേയമുണ്ടെങ്കിൽ പോലും പിളർപ്പ് എങ്ങനെ ഉണ്ടായെന്നും ആ സാഹചര്യങ്ങൾ എന്തായിരുന്നുവെന്നും വിശദീകരിക്കുകയാണ് അദ്ദേഹം കാന്തപുരം ചെയ്തത്. കാരണം താനിപ്പോഴും സമസ്തയാണ്, വിട്ടുപോയവർ മടങ്ങി വരണമെന്നൊക്കെയുള്ള ആഹ്വാനം ചെയ്യുമ്പോൾ ഞങ്ങളാരും വിട്ടുപോയിട്ടില്ല, ഞങ്ങളൊക്കെ സമസ്തയിലാണ് എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ കാന്തപുരം പ്രതികരിക്കുകയും ചെയ്തു. ഇതൊന്നും പുതിയതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അറിയില്ല എന്നുള്ള മറുപടി വരുമ്പോൾ അത്ര അടുത്തല്ല ഐക്യം എന്ന് വേണം കരുതാൻ. ആദ്യം കാന്തപുരത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, നമ്മൾ ഇന്നലെ ഈ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഐക്യം അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ രണ്ടുപേരും സംസാരിച്ചത്. പക്ഷേ കാന്തപുരത്തിൻ്റെ വാക്കുകൾ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഞങ്ങൾ പുറത്തു പോയിട്ടില്ല, ഞങ്ങളിപ്പോഴും സമസ്തയാണ്. ആരാണ് ഈ സമസ്ത എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. വിട്ടുപോയവർ മടങ്ങി വരണമെന്നല്ല പറയേണ്ടത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, സുഗമമല്ല എന്ന് മനസ്സിലാക്കേണ്ടേ? പ്രമേയം ഐക്യത്തിന് വീണ്ടും ആഹ്വാനം ചെയ്യുമ്പോഴും വളരെ പ്രമേയവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത് രണ്ടും വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, പ്രമേയം മാത്രം വായിക്കുമ്പോൾ സമസ്ത ഈ ചർച്ചകൾക്കെല്ലാം ഓപ്പൺ മൈൻഡായിട്ട് തുറന്ന കൈകളോടെ ഇതിനെ സ്വീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രമേയാവതരണത്തിന് മുമ്പുള്ള വാക്കുകളും അതിനുശേഷം രാത്രി 8 മണിയോടെ നടത്തിയ രണ്ടാമത്തെ പ്രസംഗത്തിലെ വാക്കുകളും ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നു. ഐക്യം എന്നുള്ളത് സാധ്യമല്ല, അത്ര എളുപ്പത്തിൽ ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഈ ഒരു പിളർപ്പുണ്ടായി എന്ന കാര്യമാണ് അദ്ദേഹം ആദ്യം ഈ പ്രമേയാവതരണത്തിന് മുൻപ് സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്. ഒന്ന്, ഐക്യം ഉണ്ടായിരുന്ന കാലത്ത് ഐക്യപ്പെടൽ എന്ന് പറഞ്ഞ് അനൈക്യം ഉണ്ടാക്കുകയായിരുന്നു ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ 1989 രാഷ്ട്രീയ ആ സാഹചര്യങ്ങൾ, അതായത് സമസ്ത ഒരു വിഭാഗത്തിൻ്റെ കൂടെ മുജാഹിദ് വിഭാഗക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും ലീഗുകാരും എല്ലാം ഒന്നിച്ചു കൂട്ടിയുള്ള ഒരു സംയുക്ത നീക്കം നടത്തിയതിൻ്റെ ആ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം അന്നത്തെ അനൈക്യത്തിൻ്റെ കാര്യം തുറന്നു പറഞ്ഞത്. തുടർന്ന് 8 മണിക്ക് അദ്ദേഹം രണ്ടാമത് സംസാരിച്ചപ്പോൾ സമസ്തയിൽ നിന്ന് പോയവർ തിരിച്ചെത്തണമെന്ന ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾക്ക് ഒരു മറുപടി നൽകിയത് ഞങ്ങൾ സമസ്ത തന്നെയാണ്. ഒരു അസംബ്ലിയിൽ നിന്നോ പാർലമെൻറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ചകളിൽ പോകുന്നതിനെ തുടർന്ന് MLA സ്ഥാനമോ ജനപ്രതിനിധി സ്ഥാനമോ നഷ്ടമാവുന്നില്ല. ഞങ്ങളിപ്പോഴും അതുപോലെ തന്നെയാണ്, ഞങ്ങൾ സമസ്ത തന്നെയാണ്. പുതുതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അത് മനസ്സിലാകില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുള്ള മറുപടിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ മുമ്പേ സമസ്തയിൽ അംഗമാണ്, ഞാൻ മുമ്പ് സമസ്തയുടെ ഭാഗമായിട്ടാണ്, ഇപ്പോഴും അതേപോലെ നയിക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുതുതായി വന്ന ആളാണ്, പുതിയ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്, അയാൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അതിരൂക്ഷമായ ഒരു മറുപടി തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഐക്യം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്, അതിനായിട്ടുള്ള ശ്രമങ്ങൾ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. നേരത്തെ ഈ ഒരു ഐക്യത്തിന് വേണ്ടി ഈ 2 മുഷാവറുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 8 പേരെ നിയോഗിച്ചിരുന്നു ചർച്ചകൾക്കായിട്ട്. ആ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കട്ടെ, ഐക്യപ്പെടാവുന്ന രീതിയിലെല്ലാം ഐക്യപ്പെടട്ടെ. പക്ഷേ സമസ്ത, ഇപ്പോഴുള്ള AP വിഭാഗം സമസ്ത അതിൻ്റെ ആശയത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള നയങ്ങളിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുപോക്കുണ്ടാവില്ല, ഒന്നിച്ച് ഒരു ലയനം സാധ്യമാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഐക്യപ്പെടാവുന്ന രീതിയിലെല്ലാം ഐക്യപ്പെടാം, പക്ഷേ രണ്ടും രണ്ടായി തന്നെ നിലകൊള്ളും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളംബര സമ്മേളനത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. CV അനുമോദ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.